ലോകം ഇന്ന് ശ്വാസം അടക്കി പിടിച്ച് ഒരേ ഒരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണ്, ഹോർമുസ് കടലിടുക്ക്. ഇപ്പോൾ ഇത് വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് രണ്ട് വൻ ശക്തികൾ അമേരിക്കയും ചൈനയും നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധം ചൈനയുടെ ജീവനാഡിയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന ചൈന പരസ്യമായി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്താണ് ഹോർമുസിൽ സംഭവിക്കുന്നത്? ആഗോള സാമ്പത്തിക രംഗം തകർച്ചയിലേക്കാണോ? നമുക്ക് പരിശോധിക്കാം. ഭൂപടത്തിൽ ഹോർമുസ് കടലെടുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകും, വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഒരു ചെറിയ പാതയാണിത്. പക്ഷേ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഈ ഒരു പാതയിലൂടെയാണ്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ട്രംപ് ഈ പാതയിൽ അമേരിക്കൻ നാവികസേനയെ നിരത്തി കഴിഞ്ഞു. ഇന്നലെ രാത്രി വൈകി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിലേക്ക് എണ്ണയുമായി പോവുകയായിരുന്ന റിച്ച് ടാരി എന്ന കൂറ്റൻ ടാങ്കർ കപ്പൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭീഷണിയെ തുടർന്ന് വഴിതിരിച്ചുവിട്ടു. ഇതൊരു തുടക്കം മാത്രമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു തടസ്സമല്ല, മറിച്ച് അവരുടെ ഊർജ്ജ സുരക്ഷയ്ക്ക്, ആ ഒരു സെക്യൂരിറ്റിക്ക് നേരെയുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. അമേരിക്കയുടെ ഈ കടുംപിടുത്തത്തിന് ചൈന നൽകിയ മറുപടി അങ്ങേയറ്റം പ്രകോപനപരമാണ്. ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജൂൺ ഇന്ന് പുലർച്ചെ നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും വ്യാപാരത്തിലും ഇടപെടാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാകുൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞു, ഹോർമുസ് ആരുടെയും തറവാട് സ്വത്തല്ല. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈന തുടരുമെന്നും തങ്ങളുടെ കപ്പലുകളെ തടയാൻ നോക്കിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ബെയ്ജിംഗ് മുന്നറിയിപ്പ് നൽകുന്നു. ചൈനീസ് നാവികസേനയുടെ പടക്കപ്പലുകൾ ഇപ്പോൾ ഹോർമുസ് ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇനി എന്തിനാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക, അതാണ് കാര്യം. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാന്റെ വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി തടയുക എന്നതാണ് അമേരിക്കയുടെ പ്ലാൻ. പക്ഷേ ഇറാനെ അടിക്കുമ്പോൾ ആ ഒരു അടി കൊള്ളുന്നത് ചൈനയ്ക്കാണ്. ചൈനയുടെ എണ്ണ ആവശ്യത്തിന്റെ 40% വരുന്നത് ഈ ഒരു പാതയിലൂടെയാണ്. ഇത് തടയുന്നതിലൂടെ ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കാമെന്നും ട്രംപ് കരുതുന്നുണ്ടാവാം. അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കാൻ ട്രംപ് ലോക സമാധാനത്തെ പോലും പണയപ്പെടുത്തുകയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഹോർമുസിൽ ഇപ്പോൾ നടക്കുന്നത് കൗതുകരവും അതുപോലെ തന്നെ അതിഭീകരവുമായ ചില കാര്യങ്ങളാണ്. ചില ചൈനീസ് ടാങ്കറുകൾ അമേരിക്കൻ സൈന്യത്തെ കബളിപ്പിച്ച് ഇറാൻ തീരത്തോട് ചേർന്ന് നീങ്ങുന്നുണ്ട്. ന്യൂ ഫ്യൂച്ചർ, അറോറ എന്നീ കപ്പലുകൾ ഇത്തരത്തിൽ ഉപരോധം ലംഘിച്ച് കടന്നുപോയതായിട്ടാണ് വിവരവും. എന്നാൽ US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇറാനുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകളും ഞങ്ങൾ പരിശോധിക്കുമെന്നാണ്. കടലിൽ വെച്ച് കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള അധികാരം സൈന്യത്തിന് ട്രംപ് നൽകി കഴിയുകയും ചെയ്തു. ഇത് ശരിക്കും ഒരു ഷൂട്ട് ഔട്ടിലേക്ക് നയിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ ഗൗരവമായിട്ട് ഇവിടെ കാണാനുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ യുദ്ധമുണ്ടായാൽ ഇന്ത്യയിൽ നാളെ പെട്രോളിനും ഡീസലിനും തീവില വരും. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഈ ഒരു വഴിയിലൂടെയാണ് വരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ തന്നെ റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത്. ഷിപ്പിംഗ് കമ്പനികൾ ആഫ്രിക്കൻ വൻകര ചുറ്റിപ്പോകാൻ തീരുമാനിച്ചാൽ സാധനങ്ങളുടെ വില ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നത് ഉടനടി വെടിനിർത്തൽ വേണമെന്നാണ്. എന്നാൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പെന്റഗൺ തങ്ങളുടെ കൂടുതൽ ആയുധങ്ങളും വിമാനവാഹിനി കപ്പലുകളും പശ്ചിമേഷ്യയിലേക്ക് മാറ്റുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ആശങ്കാകുലരാണെങ്കിലും അമേരിക്കയെ തടയാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു വശത്ത് ഇസ്രായേൽ ഇറാൻ പോരാട്ടം, അതുപോലെ മറുവശത്ത് അമേരിക്ക ചൈന നാവിക യുദ്ധ ഭീഷണി. ലോകം ശരിക്കും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന് വേണം പറയാൻ. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളും അതിനെ വെല്ലുവിളിക്കാനുള്ള ചൈനയുടെ തീരുമാനവും ലോകത്തെ ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്കോ അല്ലെങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കോ നയിച്ചേക്കാം. കടലിലെ ഈ പവ ഗെയിമിൽ ആര് ജയിക്കും? ട്രംപിന്റെ വാശിയാണോ അതോ ചൈനയുടെ അതിജീവന തന്ത്രമാണോ? വരും മണിക്കൂറുകൾ നിർണായകമാണ്. ചർച്ചകളിലൂടെ പരിഹാരം ഉണ്ടാക്കാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഒരു യുദ്ധം ലോകം ആഗ്രഹിക്കുന്നില്ല.